ഉപഭോക്തൃ പരാതികൾ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കും വിധം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന 100 പ്രഭാഷണങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പരമാവധി 90 ദിവസത്തിനുള്ളിൽ പരാതികൾ തീർപ്പ് കൽപ്പിക്കണമെന്ന നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാതെ വർഷങ്ങളോളം പരാതികൾ കമ്മീഷനുകളിൽ കെട്ടിക്കിടക്കുന്നത് കമ്മീഷനുകളുടെ അനാസ്ഥ മൂലമാണെന്ന് സമ്മേളനം വിലയിരുത്തി. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ വൈസ് ചെയർമാൻ കെ.എ. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഉപഭോക്തൃ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ പ്രഭാഷണം ചെയ്തു. ആ നിയമം അനുസരിച്ച് അതിൽ കൺസ്യൂമർ ആരാണ്, കൺസ്യൂമർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, കൺസ്യൂമറിന് അവകാശങ്ങൾ എന്താണ്, ഈ അവകാശ സംരക്ഷണത്തിന് എന്തെല്ലാമാണ് സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഉപഭോക്തൃ പ്രശ്നങ്ങൾ നേരിട്ടാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം എന്താണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം. ആദ്യമായിട്ട് ആരാണ് ഒരു കൺസ്യൂമർ എന്ന് അറിഞ്ഞിരിക്കണം. ഉപഭോക്തൃ നിയമമനുസരിച്ച് കൺസ്യൂമർ ആരാണ്? കൺസ്യൂമർ എന്ന് പറയുന്നത് ഉപഭോക്തൃ നിയമമനുസരിച്ച് കൺസ്യൂമർ എന്ന് പറയുന്നത് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ആള് അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ ബാധ്യസ്ഥരായവർ ഒക്കെ കൺസ്യൂമറാണ്. വില കൊടുത്ത് വാങ്ങണമെന്നില്ല, അതും വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ആള്. വെറുതെ വില കൊടുത്ത് വാങ്ങുന്ന ആള് കൺസ്യൂമർ ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കേസിൽ നമുക്കറിയാം, ഒരു കച്ചവടക്കാരൻ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെ പറയുന്ന പേരെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? കച്ചവടക്കാരൻ നമ്മളേക്ക് എന്താ പറയുക? കൺസ്യൂമർ എന്നാണ് പറയുക. എന്ത് പറയും? കസ്റ്റമർ എന്നാണ് പറയുക. നമ്മളെ പറയുന്ന അവർ പറയുന്ന വാക്ക് കസ്റ്റമർ എന്നാണ്. എൻ്റെ കസ്റ്റമറാണ് പറയുന്നത്. എൻ്റെ കസ്റ്റമറാണെന്ന് പറയുന്ന അർത്ഥം എൻ്റെ സാധനങ്ങളൊക്കെ അയാൾ വാങ്ങിച്ചു കൊണ്ടുപോയി എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്, അയാൾ നമ്മളെ സഹായിക്കുന്ന ഒരു ആളാണെന്നുള്ള അർത്ഥത്തിലാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അനുചിത വ്യാപാരം, അനാശാസ പരസ്യങ്ങൾ എന്നിവ മൂലം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗ്രീഷ്മ ജേക്കബിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ദേശീയ ട്രഷറർ ജോർജ് തോമസ്, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ, വൈസ് പ്രസിഡന്റ് ടി.എൻ. നമ്പീശൻ, കോർഡിനേറ്റർ കെ.എസ്. ജ്വാലിനി, കൺവീനർ ജി. രഞ്ജിത് കുമാർ, വനിതാ ചെയർപേഴ്സൺ ഉഷ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പാറപ്പുറം അംഗത്വ വിതരണം നടത്തി. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയും ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ടല്ല, 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.